ആയിക്കോട്ടെ, പെട്ടെന്ന് ഒരു മുട്ടക്കറി വെച്ചാൽ ഞാനൊരു 4 മുട്ട തേണ്ടി ഇവിടെ കുക്കറിൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തേണ്ടി ചോപ്പറിൽ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് കറക്കി എടുക്കുക. അതിനുശേഷം തേണ്ട് നമ്മുടെ വെളിച്ചെണ്ണക്കുട്ടനെ ഇതിലേക്ക് ഇതുപോലെ തോണ്ടിയിട്ടതിന് ശേഷം കടുക് പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മിക്സ് എടുത്തിട്ട് കൊടുക്കുക. കറിവേപ്പില, പച്ചമുളക്, കറിവേപ്പില ഇവിടെ നഹിഹെ, ഓക്കെ. ഗോൾഡ് കളറായി വരുമ്പം നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, അതുപോലെ ഇച്ചിരി മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതേണ്ട മസാലയാണ് പുറകെ വരുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ടൊമാറ്റോ അല്ല ചേർക്കുന്നത്, നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ചെയ്തോണം. അപ്പോൾ നല്ല ബ്രൗണിഷ് കളറായിട്ട് വരും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. വെള്ളം ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കുറുകി വരാൻ വെയിറ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഒഴിച്ചോണം. അതിനുശേഷം ഇതിൻ്റെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഇട്ടേക്കുന്നത്. അടിപൊളി പൗഡർ ഇടുവല്ലായിരുന്നു, മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നല്ല സുന്ദരമായിട്ട് കുറുകി കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ 4 മുട്ടക്കുട്ടന്മാരങ്ങൾ ഇട്ട് കഴിയുമ്പം അടിപൊളിയാണ്. നല്ല പാലപ്പത്തിൻ്റെ മാവിരിപ്പുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ. അടിപൊളിയായിട്ട് അവനെ അങ്ങോട്ട് ചുട്ടെടുത്തു. എൻ്റെ പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കറിയാലോ. നല്ല സോഫ്റ്റ് പാലപ്പം നമുക്ക് ഈസി ആയിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ. ഇനിയിപ്പോൾ എന്താ, നമ്മുടെ മുട്ടക്കറിക്കടെ വെച്ച് അടിപൊളിയായിട്ടൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാണുമ്പോൾ നല്ല രസമില്ലേ, നല്ല കളർഫുള്ളാണ്, നല്ല ക്രീമിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ, സമയം കളയണ്ട കേട്ടോ. സമയമില്ല എന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് കേട്ടോ.